ഹലോ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ ഒരു നീറ്റ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയാണ് എളുപ്പത്തിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, ഇതിന്റെ ഏത് ഭാഗങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ ഇക്വേഷൻസ് ആണ് പഠിച്ചിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് സീറോത്ത് ലോ ആണ്. അപ്പോൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ എഴുതുന്നൊന്നുമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി, കാരണം അത് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്. എന്താണ് തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞത്? അപ്പൊ തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാതെ ജസ്റ്റ് ഇൻട്രൊഡക്ടറി പാർട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സീറോത്തിലേക്ക് പോകുള്ളൂ കേട്ടോ. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അതായത് എ കളക്ഷൻ ഓഫ് ലാർജ് നമ്പർ ഓഫ് ഇന്ററാക്ടിങ് പാർട്ടിക്കിൾ, ഒരു ഇന്ററാക്ട് ചെയ്യുന്ന പാർട്ടികളുടെ ഒരു കളക്ഷൻ അറ്റ് സെർട്ടൻ വാല്യൂസ് ഓഫ് പ്രഷർ, വോളിയം ആൻഡ് ടെമ്പറേച്ചർ. അതിനെന്തുണ്ടായിരിക്കും? ഒരു സെർട്ടൻ വാല്യൂ ഓഫ് പ്രഷർ ഉണ്ടായിരിക്കും, വോളിയം ഉണ്ടായിരിക്കും, ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് തെർമോഡൈനാമിക് സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് എവറിത്തിങ് ഔട്ട്സൈഡ് ദി സിസ്റ്റം, ഈ സിസ്റ്റത്തിന് പുറത്തുള്ള എല്ലാത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സറൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ നെക്സ്റ്റ് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്, അതായത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് അത് നമുക്ക് മനസ്സിലാക്കി തരാൻ നമ്മളെ സഹായിക്കുന്നതാണ് പ്രഷറിന്റെ വാല്യൂ, വോളിയത്തിന്റെ വാല്യൂ, ടെമ്പറേച്ചറിന്റെ വാല്യൂ. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് ഓർ തെർമോഡൈനാമിക് വേരിയബിൾസ്. ഇനി ഈ തെർമോഡൈനാമിക് കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ തെർമോഡൈനാമിക് വേരിയബിൾസ് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞത്? പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് നമ്മൾ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പി വി ഈക്വൽ ടു എൻ ആർ ടി എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ്? ഒരു ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. കാരണം അവിടെ ആരൊക്കെ തമ്മിൽ കണക്ട് ചെയ്തു? പ്രഷറിനെയും വോളിയത്തെയും ടെമ്പറേച്ചറിനെയും ഞാൻ എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു ഐഡിയയും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, കോൺസെപ്റ്റ് ഓഫ് തെർമൽ ഇക്വിലിബ്രിയം. അതായത് നിങ്ങളുടെ കയ്യിൽ രണ്ട് തെർമോഡൈനാമിക് സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കാട്ടോ, നിങ്ങളുടെ കയ്യിൽ രണ്ട് തെർമോഡൈനാമിക് സിസ്റ്റം ഉണ്ട്. ഈ രണ്ട് തെർമോഡൈനാമിക് സിസ്റ്റം എ ബി എന്നൊരു തോടും ഇവരെപ്പോഴാണ് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം? അവർ തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെങ്കിൽ അവർക്ക് എന്തായിരിക്കണം? ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം. their temperature must be same. അതായത് ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം എ should be equal to ടെമ്പറേച്ചർ ഓഫ് സിസ്റ്റം ബി. ഇതാണ് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ആശയം. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് പോവാം. എന്താണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പേര് തന്നെ ഒരു പെക്യൂലിയർ പേരാണ്. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അങ്ങനെയാണ് നമ്മുടെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്? സീറോത്ത് ലോ എന്നാണ്. അപ്പോൾ ഇതിന്റെ ആശയം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. സപ്പോസ് വി ഹാവ് ടു സിസ്റ്റംസ്. നമ്മുടെ കയ്യിൽ ടു സിസ്റ്റംസ് അല്ല, മൂന്ന് സിസ്റ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക, എ ബി സി. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ സിസ്റ്റം എയും സിസ്റ്റം ബിയും ഇവരെ തമ്മിൽ ഒരു അഡയബാറ്റിക് വാൾ വെച്ചിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തത്. അതായത് ഇവർക്കിടയിൽ എന്തില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കില്ല. പക്ഷെ സീനെ എയിൽ നിന്നും ബിയിൽ നിന്നും ഞാൻ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഒരു ഡയാതെർമിക് വാൾ വെച്ചിട്ടാണ്. അതായത് ഇറ്റ് അലൗസ് ദ ഹീറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ദിസ് ഈസ് എ ഡയാതെർമിക് വാൾ. ഓക്കെ. ഇനി ഈ സാധനം എന്താണ്? അഡയബാറ്റിക് വാൾ. ക്ലിയർ അല്ലേ? അപ്പോ ഈ എയിൽ നിന്നും സിയിലേക്ക് ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും, ബിയിൽ നിന്നും സിയിലേക്കും എന്ത് നടക്കും? ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കും. പക്ഷെ എയും ബിയും തമ്മിൽ എന്ത് നടക്കില്ല? ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കില്ല. ക്ലിയർ അല്ലേ? അപ്പൊ എയിൽ നിന്ന് ഹീറ്റ് ഇതിലേക്കും പോവും, ഇതിലേക്കും പോവും, പക്ഷെ ഇങ്ങനെ പോകാൻ പറ്റില്ല. ഈ ഐഡിയ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എയും സിയും എന്തായിട്ട് മാറും? സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയത്തിലാവും. കാരണം അവർക്ക് രണ്ടുപേർക്കും എന്തായിരിക്കും? ഒരു ടെമ്പറേച്ചർ ആവും. ഇനി ബിയും സിയും സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയം ആവും. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അപ്പോൾ എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിലായി, ബിയും സിയും എന്ത് ചെയ്തു? തെർമൽ ഇക്വിലിബ്രിയത്തിലായി. അതായത് ദീസ് ടു സിസ്റ്റംസ് എ ആൻഡ് ബി വിച്ച് ആർ ഇൻ സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം സി. അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യണേന്ന് വിചാരിച്ചാൽ, ഞാൻ ഒന്നും ചെയ്തില്ല. എക്കും ബിക്കും ഇടയിൽ ഇരിക്കുന്ന അഡയബാറ്റിക് വാളല്ലേ, ആ അഡയബാറ്റിക് വാളിനെ ഞാൻ എടുത്ത് മാറ്റി പകരം അവിടെ എന്ത് ചെയ്തു? ഡയാതെർമിക് വാൾ വെച്ചു. യെസ്, ഇവിടെ എന്ത് വെച്ചു? അഡയബാറ്റിക് വാൾ വെച്ചു. ഇനി എന്താ സംഭവിക്കണേന്ന് ചോദിച്ചാൽ, ഞാൻ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അതായത് എക്കും ബിക്കും ഇടയിൽ ഇപ്പൊ വേണമെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് പുഷ്പം പോലെ നടക്കാം. കാരണം എന്താ? ഇവർക്കിടയിൽ എന്ത് വാളുള്ളൂ? ഡയാതെർമിക് വാളുള്ളൂ, വിച്ച് അലൗസ് ദ ഹീറ്റ് ടു പാസ് ത്രൂ ഇറ്റ്. പക്ഷേ ഞാൻ ഇങ്ങനെ ഡയാതെർമിക് വാൾ വെച്ച് സെപ്പറേറ്റ് ചെയ്തപ്പോഴും എന്ത് സംഭവിക്കുകയാണ്? എക്കും ബിക്കും ഇടയിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നില്ല. അതിനർത്ഥം എയും ബിയും എന്തിലായി? തെർമൽ ഇക്വിലിബ്രിയത്തിലായി. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. അതായത് വി ഹാവ് ടു സിസ്റ്റം, എ ബി എന്ന് പറഞ്ഞ രണ്ട് സിസ്റ്റം ഉണ്ട്. അവര് സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് തേർഡ് സിസ്റ്റം സി. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ എയും ബിയും എന്തിലായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീറോത്ത് ലോ എന്ന് പറയുന്നത്.
ഇനി എന്തുകൊണ്ടാണ് ഈ പേര് വന്നതിനും എന്താണ് ഇതിന് ഇത്രയും വലിയ ഇമ്പോർട്ടൻസ് എന്നുള്ള ആശയം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് ഇറ്റ്സ് വെരി സിമ്പിൾ. അതായത് ദ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിന്റെ മോഡേൺ കോൺസെപ്റ്റ്. ശ്രദ്ധിക്കുക, ദ മോഡേൺ കോൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചറിന്റെ മോഡേൺ കോൺസെപ്റ്റ് ദാറ്റ് ബേസിക്കലി കംസ് ഫ്രം സീറോത്ത് ലോ. അത് വരുന്നത് എവിടെ നിന്നാണ്? സീറോത്ത് ലോയിൽ നിന്നാണ്. ആണ് ഈ ലോയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. ക്ലിയർ അല്ലേ? ഇനി ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും ഒക്കെ സ്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ ലോ വന്നത്. അതുകൊണ്ടാണ് പിന്നെയാണ് മനസ്സിലായത് ഇത് മുമ്പ് പറയേണ്ടിയിരുന്ന സാധനമാണ്. അതായത് ഫസ്റ്റ് ലോന് മുമ്പ് പറയേണ്ടിയിരുന്ന സാധനമാണ്. അങ്ങനെയാണ് നമ്മൾ ഏത് പേരിട്ട് കൊടുത്തത്? സീറോത്ത് ലോ എന്നുള്ള പേരിട്ട് കൊടുത്തത്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാട്ടാ. വർക്ക് ഡൺ ഇൻ എ തെർമോഡൈനാമിക് പ്രോസസ്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിലെ വർക്ക് ഡൺ ആണ് നമ്മൾ പറയുന്നത്. അപ്പൊ നിങ്ങൾ വർക്ക് ഡൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ബേസിക് ആയിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ള ആശയമാണ് ഞാൻ പറഞ്ഞിരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു സിലിണ്ടർ ഉണ്ട്, ദാറ്റ് ഈസ് ഫിറ്റഡ് വിത്ത് എ പിസ്റ്റൺ. ഒരു മാസ്ലെസ് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ ആണ്, മൂവ് ചെയ്യാൻ പറ്റുന്ന പിസ്റ്റൺ ആണ്. അതിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? A ആണ്. ഈ പിസ്റ്റന്റെ മേലെ ഞാൻ എന്ത് പ്രയോഗിച്ചു? ഒരു ഫോഴ്സ് പ്രയോഗിച്ചപ്പോൾ ഇതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഗ്യാസ് ഉണ്ട്, ഐഡിയൽ ഗ്യാസ് ഉണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. അങ്ങനെ പ്രയോഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യാൻ. പിസ്റ്റൺ താഴേക്ക് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു? ഒരു dx ഡിസ്റ്റൻസ് പിസ്റ്റൺ എന്ത് ചെയ്തു? താഴേക്ക് മൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ വർക്ക് ഡൺ ബൈ മീ? ഞാൻ എത്ര വർക്ക് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കുക? സ്മോൾ വർക്കാണ്, കാരണം പിസ്റ്റൺ വളരെ ചെറിയൊരു ദൂരം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്റെ സ്മോൾ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് വിൽ ബി സിംപിളി, നമുക്കറിയാലോ, F × dx. ഇനി എഫിനെ നമുക്ക് എന്തിന്റെ ടേമിൽ എഴുതാം? പ്രഷറിന്റെ ടേമിൽ എഴുതാം. അപ്പൊ dW ഈക്വൽ ടു, റെഡിൽ എഴുതുന്നില്ല, ഇതിൽ എഴുതാം, dW ഈക്വൽ ടു എഫിനെ നമുക്ക് എന്ത് എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ. അങ്ങനെ എഴുതി കൂടെ? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പിസ്റ്റന്റെ ഏരിയ. യെസ്, dx. ഇനി നിങ്ങൾ നോക്കുക, വാട്ട് ഈസ് ദിസ് A × dx? ഈ A × dx എന്ന് പറയുന്നത് എന്താണ്? ഈ ചേഞ്ച് ഇൻ വോളിയം അല്ലേ? വോളിയത്തിൽ വന്ന ചേഞ്ച് അല്ലേ? ശ്രദ്ധിക്കുക, ഇതാണ് എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ, ഇതാണ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്. അപ്പൊ ഈ A dx എന്ന് പറയുന്നത് എന്താണ്? വോളിയത്തിൽ വന്ന ചേഞ്ച് അല്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? PdV എന്ന് എഴുതാം. ഓക്കെ. ഇനി സപ്പോസ് സിസ്റ്റത്തിന്റെ വോളിയത്തിൽ എന്താണ്? V1 നിന്നും V2ലേക്കാണ് വോളിയം ചേഞ്ച് ചെയ്ത് വരിക. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? വി ഹാവ് ടു ഇന്റഗ്രേറ്റ് ദിസ് എക്സ്പ്രഷൻ. ഇന്റഗ്രൽ PdV. ഇന്റഗ്രേഷൻ എവിടെ തൊട്ട് എവിടം വരെ? V1 തൊട്ട് V2 വരെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻ തെർമോഡൈനാമിക് സിസ്റ്റം ഓർ ഇൻ തെർമോഡൈനാമിക് പ്രോസസ്, വർക്ക് ഡൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ചേഞ്ച് ഇൻ വോളിയം. അതായത് വോളിയത്തിൽ ചേഞ്ച് ഇല്ലേ, സിസ്റ്റം വർക്ക് ഒന്നും ചെയ്യുന്നില്ല. വോളിയത്തിൽ ചേഞ്ച് ഉണ്ടോ? തെർമോഡൈനാമിക്സിൽ എന്തുണ്ട്? വർക്ക് ഉണ്ട്. ഐഡിയ മനസ്സിലായോ? ഇനി ഈ വർക്കിന്റെ സൈൻ കൺവെൻഷൻ ആണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. എന്താണ് വർക്ക് ഡണ്ണിന്റെ കൺവെൻഷൻ എന്ന് പറയുന്നത്? രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ഫിസിക്സിലെ കൺവെൻഷൻ ആണ് കേട്ടോ, കെമിസ്ട്രിയിലെ കൺവെൻഷൻ ഇതിൽ നിന്നും എന്താണ്? ഡിഫറെന്റ് ആണ്. വർക്ക് ഡൺ, ശ്രദ്ധിക്കുക, ഈ സാധനങ്ങൾ പഠിച്ചു വെച്ചോളൂ. വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഈസ് ടേക്കൺ ആസ് പോസിറ്റീവ്. ഇപ്പൊ ഗ്യാസ് ആണ് വർക്ക് ചെയ്യുന്നെങ്കിൽ അഗെയിൻസ്റ്റ് സറൗണ്ടിങ്, അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കണം? പോസിറ്റീവ് ആയിട്ട് എടുക്കണം. വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. ഇനി വർക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് എപ്പോഴാണ് നമ്മൾ പറയാം? നോ വർക്ക് ഈസ് ഡൺ എപ്പോഴാണ്? വെൻ വോളിയം ഈസ് കോൺസ്റ്റന്റ്. വോളിയത്തിൽ എപ്പോഴാണോ മാറ്റം വരുന്നത്, അതായത് തെർമോഡൈനാമിക് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വോളിയം ചേഞ്ച്. ഇഫ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്, നോ വർക്ക് ഈസ് ഡൺ. ക്ലിയർ അല്ലേ? ഈ ഐഡിയ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വർക്ക് ഡണ്ണിന്റെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ സൈൻ കൺവെൻഷൻ, ഇക്വേഷൻ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോവാം? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്ക് പോവാം. ഓക്കെ. അപ്പൊ NCERT-യിലുള്ള ഒരു ചെറിയ കട്ടിംഗ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഒരു സിസ്റ്റത്തിലേക്ക്, ആദ്യം പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ, വെരി സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ്. ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ ഒരു ΔQ ഹീറ്റ് കൊടുത്തു. പറഞ്ഞു മനസ്സിലായേ? ഇതിലേക്ക് ഞാൻ വരാം. ഓക്കെ. ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു ΔQ ഹീറ്റ് എന്ത് ചെയ്തു? ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ. അപ്പൊ ഈ ട്രാൻസ്ഫർ ചെയ്ത ഹീറ്റ് ΔQ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. ഒന്ന്, അതിന്റെ എന്താണ്? ഇന്റേണൽ എനർജി കൂട്ടാൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ടും ഒരു ഡൗട്ട് വരും, വാട്ട് ഈസ് ഇന്റേണൽ എനർജി? ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഇന്റേണൽ എനർജി അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ U ആണ്. അപ്പോൾ ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സം ഓഫ് ഇന്റേണൽ എനർജി ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ എന്താണ് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവൻസ്
ഓഫ് ദ സിസ്റ്റം. സിസ്റ്റത്തിന്റെ കോൺസ്റ്റുവന്റ് അതായത് മോളിക്യൂൾസ്. ഓക്കെ, ആ മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജിന്റെയും പൊട്ടൻഷ്യൽ എനർജിന്റെയും സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഇന്റേണൽ എനർജിയുടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഫോർ ആൻ ഐഡിയൽ ഗ്യാസ്, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? കൈനറ്റിക് എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. ഐഡിയൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇതിൽ രണ്ട് ഐഡിയാസ് ഞാൻ പറയുന്നു, ഒന്ന് ശ്രദ്ധിക്കാട്ടോ. കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി എന്തുകൊണ്ട് വരുന്ന? മോളിക്യൂൾസിന്റെ മോഷൻ കാരണം വരുന്നതാണ്. ഓക്കെ, ദീസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ അറിയാലോ. പൊട്ടൻഷ്യൽ എനർജി എന്തുകൊണ്ട് വരുന്ന? മോളിക്യൂളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷൻ, അതിന്റെ ഫലമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഐഡിയൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്? ഐഡിയൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ മോളിക്യൂളുകൾ തമ്മിൽ ഇന്ററാക്ഷൻ ഒന്നുമില്ല. ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഐഡിയൽ ഗ്യാസിന്റെ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് പ്യുവർലി എന്താണ്? കൈനറ്റിക് ആണ്. ആൻഡ് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. അതെന്തിന്റെ ഫങ്ഷൻ ആണ്? ടെമ്പറേച്ചറിന്റെ ഫങ്ഷൻ ആണ്. ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചറിന്റെ മാത്രം ഫങ്ഷൻ ആണ്. പക്ഷെ റിയൽ ഗ്യാസ് എടുത്താൽ എന്താണ്? ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന്റെ മാത്രം ഫങ്ഷൻ അല്ല. കാരണം എന്താ? റിയൽ ഗ്യാസ് എടുത്താൽ മോളിക്യൂളുകൾ തമ്മിൽ ഇന്ററാക്ഷൻ വരും. അപ്പൊ ഇൻ അഡീഷൻ ടു കൈനറ്റിക് എനർജി ദർ വിൽ ബി പൊട്ടൻഷ്യൽ. ഇനി ഒരു ആശയം കൂടെ നിങ്ങൾ പഠിക്കണം. അതായത് ഈ ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. എന്താണ് ഈ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ സ്റ്റേറ്റ് ഫംഗ്ഷൻ? സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കുക? ഇന്റേണൽ എനർജി സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിന് ഫൈനൽ സ്റ്റേറ്റിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അതായത് സിസ്റ്റം എങ്ങനെ ആ സ്റ്റേറ്റിലേക്ക് എത്തി, അതായത് പാത്തിനെ അതൊരിക്കലും എന്ത് ചെയ്യില്ല, ഡിപ്പെൻഡ് ചെയ്യില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇന്റേണൽ എനർജിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? ഫസ്റ്റ് ലോയിലേക്ക് പോവാം. എന്താ ഫസ്റ്റ് ലോ പറയുന്നത്? അതായത് അപ്പൊ ഇന്റേണൽ എനർജിയുടെ ഒരു ഫണ്ടമെന്റൽ കാര്യം ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ എന്ത് കൊടുത്തു? ഒരു ഡെൽറ്റ ക്യൂ ഹീറ്റ് കൊടുത്തു. ശ്രദ്ധിക്കാട്ടാ, ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ എത്ര കൊടുത്തു? ഡെൽറ്റ ക്യൂ ഹീറ്റ് കൊടുത്തു. ആ ഹീറ്റ് രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. ഒന്ന് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും, ഓക്കെ, പിന്നെ എന്തിനാണ്? വർക്ക് ചെയ്യാനും. സപ്പോസ് ഇനി ഈ NCERT-ലെ ലൈൻസ് നിങ്ങൾ വായിച്ചു നോക്കിയേ. സപ്പോസ് ഡെൽറ്റ ക്യൂ ഈസ് എ ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്ത ഹീറ്റ് ഡെൽറ്റ ക്യൂ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ദെൻ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഓൺ ദ സറൗണ്ടിങ് ഡെൽറ്റ ഡബ്ല്യു ആണെന്ന് വിചാരിക്കാം. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി, ഇതിന്റെ ഫലമായിട്ട് സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജിയിലെ ചേഞ്ച് ഡെൽറ്റ ക്യൂ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ഇത്രേ ഉള്ളൂ, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ക്ലിയർ അല്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ ഓൾസോ റൈറ്റ് ലൈക്ക് ദിസ്, ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ഇതിനെയാണ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ബേസിക്കലി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. നത്തിങ് ബട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇത് എന്താണ്? എനർജി കൺസർവേഷൻ തന്നെയാണ്. ഇപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മൾ എന്തിനെ പറ്റി പറയാനുള്ളത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ക്ലിയർ? എല്ലാവർക്കും ആശയങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമ്മൾ നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചെയ്യാം. എന്താണ് പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. An electric heater supplies heat to a system at a rate of 100 watt. The system performs work at a rate 75 joule per second. അത് വാട്ട് തന്നെ കേട്ടോ. Then the rate at which internal energy increases. Internal energy ഇൻക്രീസ് വരുന്ന റേറ്റ് എന്താണ്? അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഹീറ്റ് സപ്ലൈ ടു ദ സിസ്റ്റം രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. ഒന്ന് ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാനും പിന്നെ വർക്ക് ചെയ്യാനും. അപ്പൊ റേറ്റ് ഓഫ് ഹീറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് at which heat supplied എന്ന് പറഞ്ഞാൽ അതെന്താ? It is delta Q by delta T, which is equal to delta U by delta T plus delta W by delta T. Clear? ഇനി എന്താ ക്വസ്റ്റ്യൻ? The rate at which internal energy increases. Internal energy increase ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അല്ലേ? ശരിയല്ല? ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ വെറും ഇൻക്രീസ് മാത്രമാണ്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ചെയ്യുമ്പോഴാണ് അത് എന്തായിട്ട് വരുന്നത്? റേറ്റ് ഓഫ് ഇൻക്രീസ് വരുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇന്റേണൽ എനർജി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ആണ്. അതെന്താണ്? ഇസ് നത്തിങ് ബട്ട് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി മൈനസ് ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി. അപ്പോൾ വാട്ട് ഈസ് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 100. വാട്ട് ഈസ് ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി? ദാറ്റ് ഈസ് 75. അപ്പോൾ ആൻസർ എത്രയാണ്? 25 വാട്ട്. സോ സിമ്പിൾ. ഈ ക്യാൻസൽ ആയ നീറ്റ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അത്രയും സിമ്പിൾ ചോദ്യമാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ ബേസ് ചെയ്ത്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ. ഇത് കുറച്ചും കൂടെ ഒരു സിമ്പിൾ ആയിട്ടല്ല, കുറച്ച് ഇത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള. ഓക്കെ,
ഡിഫിക്കൽറ്റി ഒന്നുമില്ല, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാവും, സിമ്പിളാ. 2 gases, 2 ഗ്യാസുകൾ ഉണ്ട്. എ ആൻഡ് ബി ആർ ഫിൽഡ് അറ്റ് സെയിം പ്രഷർ ഇൻ സെപ്പറേറ്റ് സിലിണ്ടേഴ്സ്. അപ്പൊ 2 സെപ്പറേറ്റ് സിലിണ്ടേഴ്സ് ഉണ്ട്. എ എന്ന് പറയുന്നത് അപ്പൊ ശ്രദ്ധിക്കാട്ടെ, 2 ഗ്യാസസ്, 2 ഗ്യാസുകൾ ഉണ്ട്. ആദ്യം മനസ്സിലാക്കുക, രണ്ടിനെയും സെപ്പറേറ്റ് സിലിണ്ടേഴ്സിലാണ് എടുത്തത്, അല്ലാതെ ഒരു സിലിണ്ടറിൽ 2 ഗ്യാസിന് മിക്സ് ചെയ്യുന്ന കേസ് അല്ല. ആർ ടേക്കൺ ഇൻ 2 സെപ്പറേറ്റ് സിലിണ്ടർ വിത്ത് മൂവബിൾ പിസ്റ്റൺ. ആ പിസ്റ്റന്റെ റേഡിയസുകൾ തന്നിട്ടുണ്ട് ആർ എ ആൻഡ് ആർ ബി. അത് എ എന്ന് പറയുന്ന ഗ്യാസ് എടുത്ത സിലിണ്ടറിന്റെ റേഡിയസ് ആർ എ ആണ്. ബി എന്ന് പറഞ്ഞ ഗ്യാസിനെ ഫിൽ ചെയ്തിരിക്കുന്ന സിലിണ്ടറിന്റെ റേഡിയസ് ആർ ബി ആണ്. ഓൺ സപ്ലൈങ് ആൻ ഈക്വൽ എമൗണ്ട് ഓഫ് ഹീറ്റ്, ഈ രണ്ടിലേക്കും ഈ 2 സിലിണ്ടറിലേക്കും ഞാൻ സപ്ലൈ ചെയ്യുന്നത് എന്താണ്? ഒരേ ഹീറ്റ് ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഡെൽറ്റ ക്യൂ സെയിം ആണ്. ഈ 2 സിസ്റ്റത്തിലേക്ക് ഞാൻ സപ്ലൈ ചെയ്ത ഹീറ്റ് സെയിം ആണ്. ഓക്കെ, അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഹീറ്റ് ഞാൻ സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? കോൺസ്റ്റന്റ് പ്രഷറിലാണ്. ഇനി അടുത്ത ഭാഗം നോക്കാം. The pistons of gas A and gas B are displaced by. ഈ ഹീറ്റ് സപ്ലൈ ചെയ്തപ്പോൾ ഗ്യാസ് എന്തായാലും എക്സ്പാൻഡ് ചെയ്യില്ലോ. അതിന്റെ ഫലമായി പിസ്റ്റൺസിന്റെ മൂവ്മെന്റ്, എയുടെ പിസ്റ്റൺ 16 സെന്റിമീറ്ററും, അപ്പൊ എന്റെ റേഡിയസ് 6 ആണ്, എന്റെ പിസ്റ്റൺ 16 സെന്റിമീറ്ററും ബിന്റെ പിസ്റ്റൺ 9 സെന്റിമീറ്ററും മൂവ് ചെയ്തു. ഇഫ് ദ റേ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഈസ് സെയിം. ഈ 2 ഗ്യാസുകളുടെയും ഇന്റേണൽ എനർജി ചേഞ്ച് എന്താണ്? സെയിം ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടാണ് ഓൾ ദീസ് ഡാറ്റാസ് ആർ ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ. ഞാൻ കണ്ടുപിടിച്ചതല്ലേ ഒന്നും, എല്ലാം എന്താണ് സിസ്റ്റത്തിൽ എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള. അപ്പൊ ഡെൽറ്റ ക്യൂ കൊടുത്ത ഹീറ്റ് സെയിം, ഇന്റേണൽ എനർജി ചേഞ്ച് സെയിം. അപ്പൊ നമുക്ക് എന്തായിരിക്കും? ഫ്രം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ്? ഡെൽറ്റ ക്യൂ ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ? അപ്പൊ ഡെൽറ്റ ഡബ്ല്യു എന്തായിരിക്കും? സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് ഡെൽറ്റ ഡബ്ല്യു ഓഫ് എ വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു ഓഫ് ബി. എയിൽ ചെയ്ത വർക്കും ബിയിൽ ചെയ്ത വർക്കും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി എന്റെ വർക്കിനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഡെൽറ്റ വി ഓഫ് എ ഈക്വൽ ടു പി ഡെൽറ്റ വി ഓഫ് ബി. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് പ്രഷർ എന്താണ്? സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രഷർ സെയിം ആയതുകൊണ്ട് പ്രഷറിന്റെ ഐഡിയയും നമുക്ക് എന്ത് ചെയ്ത് കളയാം? കട്ട് ചെയ്ത് കളയാം. ഇനി ഡെൽറ്റ വി ഓഫ്, അപ്പൊ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു ഐഡിയ കിട്ടി. ഡെൽറ്റ വി ഓഫ് എ ഈക്വൽ ടു ഡെൽറ്റ വി ഓഫ് ബി. ഇനി വാട്ട് ഈസ് ഡെൽറ്റ വി ഓഫ് എ? എന്റെ ഡെൽറ്റ വി നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എന്റെ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ എന്റെ ചേഞ്ച് ഇൻ വോളിയം. അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ശരിയല്ലേ? ഏരിയ ഓഫ് എ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് എ, ഏരിയ ഓഫ് ബി ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ബി. ശരിയല്ലേ? വാട്ട് ഈസ് ഏരിയ ഓഫ് എ? എന്റെ ഏരിയ നമുക്ക് എങ്ങനെ എഴുതാം? പൈ ആർ എ സ്ക്വയർ ഇൻറ്റു എക്സ് എ ഈക്വൽ ടു പൈ ആർ ബി സ്ക്വയർ ഇൻറ്റു എക്സ് ബി. ലോജിക്ക് മനസ്സിലായോ? പൈയും പൈയും കട്ടായി പോയി. സിലിണ്ടറിന് ക്രോസ് സെക്ഷണൽ ഏരിയ എങ്ങനെയാ വരാ? പൈ ആർ സ്ക്വയർ അല്ലേ വരാ? ഐഡിയ ട്ടാ. യെസ്. ഇനി എന്താ പറയണേ? റേഷ്യോ ആർ എ ബൈ ആർ ബി. ഇതിൽ നിന്ന് നമുക്ക് എനിക്ക് എന്ത് കിട്ടി? ആർ എ സ്ക്വയർ ബൈ ആർ ബി സ്ക്വയർ എനിക്ക് എന്തെന്ന് പറഞ്ഞ് കിട്ടി? എക്സ് ബി ബൈ എക്സ് എ എന്ന് പറഞ്ഞ് കിട്ടി. വാട്ട് ഈസ് എക്സ് ബി ബൈ എക്സ് എ? എക്സ് ബി എന്ന് പറഞ്ഞ ഇവിടെ 9 വരും, ഇവിടെ 16 വരും. ക്ലിയർ? ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആർ എ ബൈ ആർ ബി കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ആർ എ ബൈ ആർ ബി? ആർ എ ബൈ ആർ ബി ഇസ് നത്തിങ് ബട്ട് 3/4. ഓക്കെ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്ത് കളയാം? സോൾവ് ചെയ്ത് കളയാം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗം എന്താണ്? പി വി ഡയഗ്രാം. അപ്പൊ പി വി ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി പി വി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു തെർമോഡൈനാമിക് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം. അതിൽ ഏറ്റവും പവർഫുൾ ടൂൾ ആണ് എന്ന് പറയുന്നത് പി വി ഡയഗ്രാം, അതായത് പ്രഷർ വോളിയം ഡയഗ്രാം എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് പ്രഷർ വോളിയം ഡയഗ്രാം എന്ന് പറയുന്നത്? അതായത് നമ്മളൊരു തെർമോഡൈനാമിക് പ്രോസസ്സിന്റെ പ്രഷറും വോളിയം തമ്മിൽ കണക്ട് ചെയ്യുന്ന ഗ്രാഫ് വരയ്ക്കുന്നു. ക്ലിയർ അല്ലേ? അങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ആ ഗ്രാഫിന് എന്താ പ്രത്യേകത? ഒന്നുമില്ല, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ദ ഏരിയ അണ്ടർ ദ കർവ്. ഈ കർവിന് ഏരിയ, അടിയിലെ ഏരിയ. ഇതൊരു എക്സ്പാൻഷൻ കർവാണ്. ഇവിടെ ഗ്യാസിന്റെ വോളിയം V1 നിന്നും V2 ആയിട്ട് മാറാണ്. ഏരിയ അണ്ടർ ദിസ് കർവ്, ഈ കർവിനടിയിലെ ഏരിയ ആണ് എന്ന് പറയുന്നത് വർക്ക് ഡൺ. ക്ലിയർ അല്ലേ? അതാണ് ഈ പി വി ഡയഗ്രത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഇൻഡിക്കേറ്റർ ഡയഗ്രാംസ് ഉണ്ട്. അതിൽ പി വി ഡയഗ്രാം എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് ഈ ഏരിയ അണ്ടർ ദ പി വി ഡയഗ്രാം ആണ് നമ്മൾ എന്ന് പറയുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ അണ്ടർ ദ പി വി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ എന്താ? ഇന്റഗ്രൽ V1 to V2 V ഡെൽറ്റ. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് പറയാനുള്ളതാണ് സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. എന്താണ് സൈക്ലിക് പ്രോസസ്? അപ്പൊ സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക,
സിസ്റ്റം റിട്ടേൺസ് ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ് ആഫ്റ്റർ അണ്ടർഗോയിങ് എ സീരീസ് ഓഫ് ചേഞ്ചസ്. ഒരു സീരീസ് ഓഫ് ചേഞ്ചസിനൊക്കെ ശേഷം സിസ്റ്റം എന്ത് ചെയ്യാണ്, അതിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിഞ്ഞു വരാൻ. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സൈക്ലിക് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സൈക്ലിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പൊ സിസ്റ്റം റിട്ടേൺസ് ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ് അല്ലേ. അപ്പൊ നമ്മൾ ഇഫ് യു അപ്ലൈ ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, if you apply the first law of thermodynamics, നമ്മൾ ഫസ്റ്റ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ. ഇതിൽ സിസ്റ്റം റിട്ടേൺസ് ടു ദ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്റേണൽ എനർജി ചേഞ്ച് ഉണ്ടാവില്ല. കാരണം എന്താ, ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പൊ സിസ്റ്റം ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇന്റേണൽ എനർജി ചേഞ്ച് ഉണ്ടാവില്ല. അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു ഡെൽറ്റ ഡബ്ല്യു. അതായത് മൊത്തം ഹീറ്റ് സപ്ലൈ ചെയ്തതും എന്തിനു വേണ്ടി ഉപയോഗിക്കും, വർക്കിന് വേണ്ടി ഉപയോഗിക്കും. അതാണ് ഒരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു സൈക്ലിക് പ്രോസസ്സിന്റെ പി വി ഡയഗ്രാം അതിന്റെ ഐഡിയ ആണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഒരു പി വി ഡയഗ്രാം ഇവിടെ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ വർക്ക് ഡൺ, ഒരു സൈക്ലിക് പ്രോസസ്സിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ വർക്ക് ഡൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നേരത്തെ വെറുതെ സൈക്ലിക് പ്രോസസ് ഒന്നല്ല. അപ്പോൾ സൈക്ലിക് പ്രോസസ് ആണെങ്കിൽ എന്തായിരിക്കും, പി വി ഡയഗ്രാം ഒരു ക്ലോസ്ഡ് ലൂപ്പ് വരാണല്ലോ, അല്ലാതെ പറ്റില്ലല്ലോ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്, പി വി ഡയഗ്രത്തിലെ ഏരിയ അണ്ടർ ദ കർവ് ആണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞത്. പക്ഷെ സൈക്ലിക് പ്രോസസ് വരുമ്പോൾ പി വി ഡയഗ്രാം എന്തായിരിക്കും, ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പാണ്. ഈ ലൂപ്പ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ ആണ് എന്ന് പറയുന്നത് വർക്ക് ഡൺ. പറഞ്ഞു മനസ്സിലായോ? നേരത്തെ പോലെയല്ല, ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. ഈ ലൂപ്പിന്റെ ഉള്ളിലത്തെ ഏരിയ ആണ് നമ്മുടെ എന്ന് പറയുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പാണ്. ഇനി രണ്ട് കേസുകൾ ഇവിടെ പറയാണ്ട്. ഇവിടെ നിങ്ങൾ ആദ്യത്തെ ഫിഗർ നോക്കി കഴിഞ്ഞാൽ, സപ്പോസ് ഇതിനെ ഞാൻ ഫിഗർ 1 എന്നും ഇതിനെ ഫിഗർ 2 എന്നും വിളിക്കാന്ന് വിചാരിക്കും. ഇവിടെ കർവ് ട്രേസ് ചെയ്യുന്നത് എന്തിലാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇവിടെ കർവ് ട്രേസ് ചെയ്യുന്നത് എന്താണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പൊ കർവ് ട്രേസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. കർവ് ട്രേസ് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. യു ഗോട്ട് ഇറ്റ്? ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായോ? ദ കർവ് ഈസ്, നമുക്കറിയാം ക്ലോസ്ഡ് ലൂപ്പ് ആണ് വരുള്ളൂ, കാരണം സൈക്ലിക് പ്രോസസ് ആണ്. സിസ്റ്റം ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, തിരിച്ചു വരും. ക്ലിയർ? അപ്പൊ ഒരു ക്ലോസ്ഡ് പാത്ത് ആണ് കിട്ടുക. അപ്പൊ ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ് ആണ് എന്ന് പറയുന്നത് വർക്ക് ഡൺ. ഈ ലൂപ്പ് ക്ലോക്ക് വൈസ് ആണ് ട്രേസ് ചെയ്യുന്നതെങ്കിൽ വർക്ക് ഡൺ എന്തായിരിക്കും, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് ആണ് കിട്ടുക. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എന്തായിരിക്കും, നെഗറ്റീവ് ആണ് കിട്ടുക. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്താലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണേ, എ തെർമോഡൈനാമിക് സിസ്റ്റം ഈസ് ടേക്കൺ ത്രൂ എ സൈക്കിൾ ABCD A. അതായത് ഒരു തെർമോഡൈനാമിക് സിസ്റ്റം എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു സൈക്കിളിലൂടെ കൊണ്ടുവരികയാണ്. ആ സൈക്കിളിന്റെ പ്രോസസ്സിന്റെ പേരാണ് ABCDA. The work done by the gas along the path BC. BC എന്ന് പറയുന്ന പാത്തിൽ ചെയ്ത വർക്ക് എന്താണെന്നാണ് ചോദ്യം. അപ്പോ വർക്ക് ഡൺ അലോങ് ദ പാത്ത് BC, ഇതാണ് ചോദ്യം. വർക്ക് ഡൺ അലോങ് ദ പാത്ത് BC, ഇത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നല്ല പോലെ നോക്കിക്കഴിഞ്ഞാൽ BCയിലെ വർക്ക് മാത്രമേ നിങ്ങളുടെ അടുത്ത് ചോദിച്ചുള്ളൂ. BC എന്ന് പറയുന്ന പ്രോസസ് എന്താ നോക്കൂ. BC എന്ന് പറയുന്ന പ്രോസസ് എന്താ, ഒരു കോൺസ്റ്റന്റ് വോളിയം അല്ലേ അവിടെ. BC എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റന്റ്. BC എന്ന് പറയുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, BC is the process which is take place at a constant volume. കോൺസ്റ്റന്റ് വോളിയത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പൊ അവിടെ വർക്ക് ഡൺ ഉണ്ടാവോ, ഇല്ല. ഇതല്ലേ ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നത് നിങ്ങൾക്ക്. വർക്ക് ഡൺ വരണമെങ്കിൽ എന്താണ്, വോളിയത്തിൽ ചേഞ്ച് വരാം. BC എന്ന് പറയുന്ന പ്രോസസ്സിൽ വോളിയം ഈസ് എ കോൺസ്റ്റന്റ്, വോളിയം മാറുന്നില്ല. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, 400 cm³ നിൽക്കുക. അപ്പൊ വർക്ക് ഡൺ ഇല്ല, ആൻസർ 0. യെസ്. നെക്സ്റ്റ് നമ്മൾ ഒന്ന് നോക്കിയേ. ഇൻ ദ സൈക്ലിക് പ്രോസസ് ഷോൺ ഇൻ ഫിഗർ, ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ 1 cycle. അപ്പോൾ ഞാൻ മനസ്സിലാക്കുക, ഒരു സൈക്ലിക് പ്രോസസ് ആണ് തന്നിരിക്കുന്നത്. ലൂപ്പ് ട്രേസ് ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി എന്താ പറയണ, വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഇൻ 1 cycle. ഒരു സൈക്കിളിൽ എത്ര വർക്ക് ചെയ്തു എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്.
വർക്ക് ഡൺ എന്ന് പറയുന്നത് സിമ്പിളി എന്താണ്? ഏരിയ എൻക്ലോസ്ഡ് ബൈ ദ ലൂപ്പ്. അപ്പൊ ഈ ലൂപ്പിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ഈ ലൂപ്പ് ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണ്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ എങ്ങനെയുണ്ട്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ശരിയല്ലേ? ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വാട്ട് ഇസ് എ ബേസ്? ബേസ് എത്രയാ? 4v1 മൈനസ് v1. ഐഡിയ മനസ്സിലായില്ലേ? ഇപ്പൊ ബേസിന്റെ ലെങ്ത് ആണ് കേട്ടോ, മൊത്തം എടുക്കരുതേ, ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. 4v1 മൈനസ് v1 ഇൻറ്റു ഹൈറ്റ് എത്രയാ? 7p1 മൈനസ് p1. So which is equal to half into 3v1 into 6p1. ഓക്കെ, അപ്പൊ എത്രയാ വരാ? 9 അല്ലേ വരാ? ശരിയല്ലേ? കട്ടാവുമ്പോൾ 3 പ്രാവശ്യമല്ലേ? നമുക്ക് എന്ത് കിട്ടും? 9p1 v1. ദിസ് ഇസ് ദ വർക്ക്. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റി. അപ്പൊ ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? വർക്ക് ഡണ്ണിന്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് സൈക്ലിക് പ്രോസസ്സുകളിൽ നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഭാഗമാണ് എന്ത്? തെർമോഡൈനാമിക് പ്രോസസ്സസ്. അപ്പോൾ തെർമോഡൈനാമിക് പ്രോസസ്സുകളെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തെർമോഡൈനാമിക് പ്രോസസ്സിൽ നമ്മൾ ആദ്യം പറയുന്ന പ്രോസസ്സാണ് ഐസോതെർമൽ പ്രോസസ്സ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഐസോതെർമൽ എന്ന് മനസ്സിലാക്കാൻ ആദ്യം മനസ്സിലാക്കുക, ടെമ്പറേച്ചർ ഇസ് എ കോൺസ്റ്റന്റ്. ഇറ്റ്സ് എ തെർമോഡൈനാമിക് പ്രോസസ് വിച്ച് ടേക്ക് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ് എന്ത് നടക്കുക? ഈ പ്രോസസ്സ് നടക്കുക. പ്രോസസ് ദാറ്റ് ഈസ് ടേക്ക് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ് ആണ് എന്ന് പറയുന്നത് ഐസോതെർമൽ പ്രോസസ്. അപ്പൊ ആരൊക്കെ മാറും? സിസ്റ്റത്തിന്റെ വോളിയം മാറും, സിസ്റ്റത്തിന്റെ പ്രഷർ മാറും, പക്ഷെ ആര് മാത്രം മാറില്ല? ടെമ്പറേച്ചർ മാറില്ല. ക്ലിയർ അല്ലേ? ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അപ്പോ മനസ്സിലാക്കേണ്ട കാര്യം, വളരെ സ്ലോ പ്രോസസ്സുകൾ എല്ലാം, വളരെ സ്ലോ ആയി നടക്കുന്ന പ്രോസസ്സുകളെല്ലാം എന്താണ്? ഐസോതെർമൽ പ്രോസസ്സുകളാണ്. പറഞ്ഞു മനസ്സിലായി? വളരെ സാവധാനത്തിൽ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം എന്താണ്? ഐസോതെർമൽ പ്രോസസ്സുകളാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇപ്പൊ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ലേ മക്കളെ? ഇപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കും? പി വി ഈസ് എ കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ P is inversely proportional to എന്തായിരിക്കും? V അല്ലേ? P is inversely proportional to V. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? P1 V1 is equal to P2 V2. ഇതാണ് എന്ന് പറയുന്നത് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. സ്റ്റേറ്റിന്റെ ഇക്വേഷൻ അതാണ്. ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ നമുക്ക് എന്ത് ഡയഗ്രാം വരയ്ക്കാം? PV ഡയഗ്രാം വരയ്ക്കാം. ഇത് PV ഡയഗ്രാം. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് പഠിക്കണം കേട്ടോ. PV is a constant അല്ലെങ്കിൽ ടെമ്പറേച്ചർ is a constant. അപ്പോൾ പി വി ഡയഗ്രാം നമ്മൾ വരയ്ക്കുന്നു. പി വി ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, പ്രഷർ വോളിയം ഡയഗ്രാം ആണ് വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രഷർ വോളിയം ഡയഗ്രാം ആണ്. അപ്പോൾ y ആക്സിസിൽ പ്രഷർ, x ആക്സിസിൽ വോളിയം എടുത്തു. അപ്പോൾ P ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു V അല്ലേ? അപ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് എന്താ വരാ? റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് വരാ. The shape of the graph is rectangular hyperbola. ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്താണ്? റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് വരാ. ഓക്കെ, ഇനി ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? വാട്ട് ഈസ് എ സ്ലോപ്പ്? സ്ലോപ്പ് എന്ന് പറയുന്നത് dp/dv. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് -p/v. ഇതാണ് ഗ്രാഫിന്റെ സ്ലോപ്പ്. ഒന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? -p/v. സ്ലോപ്പ് മൈനസ് ആണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ -p/v ആണ് അതിന്റെ സ്ലോപ്പ്. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടതാണ് എന്ത്? വർക്ക് ഡൺ. ഒരു ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ, അതാണ് നമ്മൾ അടുത്തതായിട്ട് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. ഓക്കെ, വർക്ക് ഡൺ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് nRT ln ഓഫ് V2/V1. ദിസ് ഇസ് ദ ഇക്വേഷൻ. nRT V1 ഓഫ് V2/V1. അപ്പൊ V2 എന്ന് പറയുന്നത് എന്താണ്? V2 എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ വോളിയം. V1 എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ വോളിയം. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക എന്താണ്? വർക്ക് ഡൺ ഈസ് നത്തിങ് ബട്ട് nRT. nRT എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ, സോറി T എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദിസ് പ്രോസസ് ടേക്ക് പ്ലേസ്. ഓക്കെ, V2 എന്ന് പറയുന്നത് ഫൈനൽ വോളിയം, V1 എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയം. ഇനി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചു ഐസോതെർമൽ പ്രോസസ്സിൽ, P1 V1 is equal to V2 V2. അങ്ങനെയാണെങ്കിൽ V2/V1 നമുക്ക് എന്തെന്ന് എഴുതാൻ പറ്റും? P1/P2 എന്ന് എഴുതി കൂടെ? അപ്പൊ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്കൊന്ന് മാറ്റാം. nRT ln ഓഫ് P1/P2.
ഇതാണ് എന്ന് പറയുന്നത് വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ. ക്ലിയർ? ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാം? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യാം. നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ശരിയല്ലേ? ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഇന്റേണൽ എനർജി ചേഞ്ച് എന്തിന്റെ ഫംഗ്ഷൻ ആണെന്ന് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ടെമ്പറേച്ചറിന്റെ ഫംഗ്ഷൻ ആണ് തുടക്കത്തിൽ തന്നെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ. അപ്പൊ ഇവിടെ ഡെൽറ്റ യു ഉണ്ടാവില്ല. കാരണം എന്താ? ടെമ്പറേച്ചർ ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡെൽറ്റ ഡബ്ല്യു. അതായത് നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ എന്തിനു വേണ്ടി ഉപയോഗിക്കും? വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് ഫസ്റ്റ് ലോന്റെ ഐഡിയ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്തിൽ പഠിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പഠിക്കാം. ഇറ്റ് ഈസ് ദ ഐഡിയ ഓഫ് സ്പെസിഫിക് ഹീറ്റ്. എന്താണ് സ്പെസിഫിക് ഹീറ്റ് വരാ? സ്പെസിഫിക് ഹീറ്റ് ഇക്വേഷൻ എന്താ? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എൻ ഡെൽറ്റ ടി. ഇതല്ല ഇക്വേഷൻ. ഇവിടെ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 0. സ്പെസിഫിക് ഹീറ്റ് എന്തായിട്ട് മാറും? ഇൻഫൈനൈറ്റ് ആയിട്ട് മാറും. ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയാണ് നമ്മൾ എന്തിനെ പറ്റി പഠിക്കാനുള്ളത്? ഐസോതെർമൽ പ്രോസസ്സിനെ പറ്റി പഠിക്കാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന പ്രോസസ്സാണ് എന്ത്? അഡയാബാറ്റിക് പ്രോസസ്. അപ്പൊ അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇതേപോലെ കുറച്ച് ഐഡിയാസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ പ്രോസസ് വിച്ച് ഇസ് തെർമോഡൈനാമിക് പ്രോസസ് വിച്ച് ടേക്ക് പ്ലേസ് വിത്തൗട്ട് എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ ഒരു തരത്തിലുള്ള എന്തുണ്ടാവില്ല? ഹീറ്റ് എക്സ്ചേഞ്ച് ഉണ്ടാവില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അപ്പൊ ഡെൽറ്റ ക്യൂ ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ഇത്തരത്തിലുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കില്ല. അപ്പൊ ആരൊക്കെ ചേഞ്ച് ചെയ്യും? പ്രഷർ മാറും, വോളിയം മാറും, ടെമ്പറേച്ചർ മാറും, സിസ്റ്റത്തിന്റെ എല്ലാതും എന്ത് ചെയ്യും? മാറും. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് ഒരു അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി വളരെ ക്വിക്കായിട്ട് നടക്കുന്ന പ്രോസസ്സുകളെ ആണ് എന്ന് പറയുന്നത് അഡയാബാറ്റിക്. അപ്പോൾ അഡയാബാറ്റിക് പ്രോസസ് നടക്കാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഷുഡ് ബി എ ക്വിക്ക് പ്രോസസ് so that system won't get any time to exchange heat with the surrounding. അതായത് വളരെ ക്വിക്കായിട്ട് നടക്കുമ്പോൾ എന്താണ്? സിസ്റ്റത്തിന് ഒരിക്കലും എന്ത് ചെയ്യില്ല? സറൗണ്ടിങ്ങുമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ച് സമയം കിട്ടില്ല. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു സൈക്കിൾ ട്യൂബ് പൊട്ടിത്തെറിക്കുന്നു. വളരെ സഡൻ പ്രോസസ്സാണ്. അപ്പൊ സിസ്റ്റത്തിന് ഒരിക്കലും എന്ത് ചെയ്യില്ല? സറൗണ്ടിങ്ങുമായിട്ട് ഹീറ്റ് എക്സ്ചേഞ്ചിന് എന്ത് കിട്ടില്ല? സമയം കിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡയാബാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ ക്വിക്ക് പ്രോസസ്സുകളെല്ലാം എന്താണ്? അഡയാബാറ്റിക് പ്രോസസ്സാണ്. ക്ലിയർ? ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ള സാധനം എന്ന് പറയുന്നത് ഇതിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ ആരൊക്കെ മാറും? സിസ്റ്റത്തിന്റെ ഇനീഷ്യൽ പ്രഷർ P1ഉം ഇനീഷ്യൽ വോളിയം V1ഉം ടെമ്പറേച്ചർ T1ഉം ആയിരത്തിൽ നിന്ന് പ്രഷർ P2യിലേക്കും വോളിയം V2യിലേക്കും ടെമ്പറേച്ചർ T2യിലേക്കും ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് 2-3 ഇക്വേഷൻസ് പഠിക്കാണ്ട് പുറത്ത് എഴുതാണ്ട, അല്ലെങ്കിൽ വേണം അവിടെ തന്നെ എഴുതാം. ആദ്യത്തെ ഇക്വേഷൻ ഇതാണ്: PV raised to gamma is equal to a constant. അങ്ങനെ വേറെ രീതിയിൽ എഴുതുമ്പോൾ എങ്ങനെ വരും? P1 V1 raised to gamma is equal to P2 V2 raised to gamma. This is one equation. Okay. Then അടുത്ത ഇക്വേഷൻ ടെമ്പറേച്ചറും വോളിയം തമ്മിലാണ്. TV raised to gamma minus 1 is equal to a constant. അതിനെങ്ങനെ എഴുതാം? T1 V1 raised to gamma minus 1 is equal to T2 V2 raised to gamma minus 1. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ ആയി. ഈ മൂന്നാമത്തെ ഇക്വേഷൻ P raised to 1 minus gamma T raised to gamma is a constant. Okay, P raised to 1 minus gamma T raised to gamma is a constant. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? P1 raised to 1 minus gamma T1 raised to gamma is equal to P2 raised to 1 minus gamma T2 raised to gamma. Okay, അപ്പോൾ ഇതിന്റെ ഇക്വേഷൻസ് എല്ലാം ആയി. ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? അപ്പോൾ അതിന്റെ ഇക്വേഷൻ ആയി. ഇനി നമുക്ക് പഠിക്കേണ്ടത് അതിന്റെ PV ഡയഗ്രാം. നമ്മൾ പഠിക്കേണ്ടത് അതിന്റെ എന്താണ്? PV ഡയഗ്രാം. അപ്പോൾ PV ഡയഗ്രാം നിങ്ങൾ വരയ്ക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പ്രഷറും വോളിയം തമ്മിലാണ് നമ്മുടെ എന്ത് വരുന്നത്? ഗ്രാഫ് വരുന്നത്. ഇവിടെ പ്രഷർ എടുത്തു, ഇവിടെ വോളിയം എടുത്തു. അപ്പോൾ ഇവിടുത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, dP by dV എന്ന് പറയുന്നത് മൈനസ് ഗാമ ടൈംസ് P by V ആണ്.
മൈനസ് ഗാമ ടൈംസ് പി ബൈ വി ആണ്. ഓക്കെ, അപ്പൊ എന്താ വരാ? ഈ നേരത്തെ നമ്മൾ ഒരു ഐസോതെർമലിന് ഒരു കർവ് വരച്ചില്ലേ? നേരത്തെ നമ്മൾ ഐസോതെർമലിൽ ഇങ്ങനെ ഒരു കർവ് വരച്ചില്ലേ? ഇത് ഐസോതെർമലിന്റെ കർവാന്ന് വിചാരിക്കും. അതിനേറ്റവും കുറച്ചും കൂടെ സ്റ്റീപ്പർ ആയിട്ടുള്ള ഒരു കർവാണ് എന്തിന് വരാ? അഡയാബാറ്റിക്കിന് വരാ. ഒരു സ്റ്റീപ്പർ ആയിട്ടുള്ള കർവാണ് എന്തിന് വരാ? അഡയാബാറ്റിക്. അപ്പൊ താഴെയുള്ളത് അടിയിലുള്ളത് അഡയാബാറ്റിക്കിന് പഠിച്ചാൽ മതി. അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ടതാണ് എന്ത്? പി വി ഡയഗ്രാം കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടതാണ് ഇതിന്റെ വർക്ക് ഡൺ. ഓൾറെഡി ഞാൻ പറഞ്ഞു, അതായത് സിസ്റ്റം ഇനീഷ്യൽ സ്റ്റേറ്റ് P1 V1 T1ൽ നിന്നും P2 V2 T2ലേക്ക് പോവാണ്. അപ്പൊ ദിസ് ഈസ് ദ ഇനീഷ്യൽ സ്റ്റേറ്റ്. ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേറ്റ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക. ആദ്യം രണ്ട് ഇക്വേഷൻസ് പഠിക്കാണ്ട്. ഒന്ന് P1 V1 മൈനസ് P2 V2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1, ഒരു ഇക്വേഷൻ. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത ഇക്വേഷൻ എന്ന് പറയുന്നത് NR T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1. അനദർ റിലേഷൻ. ഇപ്പോൾ വർക്ക് ഡൺ ഇക്വേഷൻസ് കിട്ടിയില്ലേ? അതിൽ T1 T2 എന്ന് പറയുന്നത് T1 ഈസ് ഇനീഷ്യൽ ടെമ്പറേച്ചർ, T2 ഈസ് ഫൈനൽ ടെമ്പറേച്ചർ. V1 ഈസ് ഇനീഷ്യൽ വോളിയം, V2 ഈസ് ഫൈനൽ വോളിയം. P1 ഈസ് ഇനീഷ്യൽ പ്രഷർ, P2 ഈസ് ഫൈനൽ പ്രഷർ. ഇനി ഇവിടെ നമുക്ക് പറയാനുള്ളത് ഫസ്റ്റ് ലോന്റെ അപ്ലിക്കേഷൻ ആണ്. ഫസ്റ്റ് ലോ ഈ സിസ്റ്റത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് എന്താ ഉണ്ടാവുക? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി. ശരിയല്ലേ? റൈറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പി ഡെൽറ്റ വി എന്ന് എഴുതണ്ട, ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതിയാൽ പോലെ. യെസ്. അപ്പൊ ഇവിടെ ഹീറ്റ് സപ്ലൈഡ് എന്താണ്? 0 ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഡെൽറ്റ യു എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ ഡബ്ല്യു. ഡെൽറ്റ യു എന്ന് പറയുന്നത് മൈനസ് ഡെൽറ്റ ഡബ്ല്യു ആയിരിക്കും. ക്ലിയർ അല്ലേ? ഇതാണ് ഫസ്റ്റ് ലോന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ കേസിൽ കേട്ടോ, ഈ കേസിൽ മാത്രം. ഇനി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്താ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ എൻ ഡെൽറ്റ ടി അല്ലേ മോളാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതിൽ ഡെൽറ്റ ക്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താവും? 0 ആയിരിക്കും. ക്ലിയർ? അപ്പൊ ഇത്രയാണ് അഡയാബാറ്റിക് പ്രോസസ്സിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഐസോബാറിക് പ്രോസസ്. അപ്പൊ എന്താണ് ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നത്? ഐസോ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റഡ് ടു പ്രഷർ. ഇവിടെ ആരാ കോൺസ്റ്റന്റ്? പ്രഷർ ഈസ് എ കോൺസ്റ്റന്റ്. ഓക്കെ. ഇപ്പൊ തെർമോഡൈനാമിക് പ്രോസസ് വിച്ച് ടേക്ക് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോബാറിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതായത് ഐസോബാറിക് പ്രോസസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യമാണ്, അതായത് എന്താണ്? യെസ്, ഇതിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് നമ്മൾ എങ്ങനെയാണ് പറയുക? അപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് അല്ലേ? പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? V പ്രപ്പോർഷണൽ ടു ടി എന്ന് പറയാം. ശരിയല്ലേ? അല്ലെങ്കിൽ V by T is equal to a constant. അല്ലെങ്കിൽ നമ്മൾ എന്തെന്ന് എഴുതാം? V1 by T1 is equal to V2 by T2. V by T is a constant, അല്ലെങ്കിൽ V1 by T1 is equal to V2 by T2. ക്ലിയർ? അപ്പൊ ഇതാണ് എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടക്കുക. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതിന്റെ എന്താണ്? വർക്ക് ഡൺ. പി വി ഡയഗ്രാം വരയ്ക്കുന്നതിൽ വലിയ കഥയൊന്നുമില്ല കേട്ടോ. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇതാണ് പി വി ഡയഗ്രാം. പ്രഷർ മാറുന്നില്ലല്ലോ. ഇറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു വോളിയം ആക്സിസ്. ഓക്കെ. ദെൻ ഇപ്പൊ പ്രഷർ കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ പി വി ഡയഗ്രാം ഇത്രേ ഉള്ളൂ. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു സാധനമാണ് ഇതിന്റെ കേസിൽ വർക്ക് ഡൺ എന്താണ്? വാട്ട് ഈസ് വർക്ക് ഡൺ? വർക്ക് ഡൺ എന്ന് പറയുന്നതോടെ ശ്രദ്ധിക്കുക. ഐസോബാറിക് പ്രോസസ്സിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് പി ഡെൽറ്റ വി അല്ലേ വരാം, which is equal to NR delta T. This is the equation for work done. ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. യെസ്. ഇനി ഫസ്റ്റ് ലോ നമ്മൾ അപ്ലൈ ചെയ്ത് എന്താ ഉണ്ടാവുക? ഫസ്റ്റ് ലോ നമ്മൾ അപ്ലൈ ചെയ്ത് എന്താ ഉണ്ടാവുക? ഒന്നുമില്ല. ഡെൽറ്റ ക്യൂ is equal to ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു.
ഹീറ്റ് സപ്ലൈ ചെയ്ത് രണ്ട് കാര്യങ്ങൾക്കും യൂസ് ചെയ്യും. മനസ്സിലാക്കുക, ഹീറ്റ് സപ്ലൈ ചെയ്തത് ഒരു കോൺസ്റ്റന്റ് പ്രഷറിൽ നിങ്ങൾ സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്ത ഹീറ്റ് ഇന്റേണൽ എനർജി ചേഞ്ച് കൂട്ടാനും ഉപയോഗിക്കും, അതുപോലെ തന്നെ എന്ത് ചെയ്യും, വർക്ക് ചെയ്യാനും ഉപയോഗിക്കും. ഓക്കെ, ഇനി ഈ ഡെൽറ്റ ക്യൂനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഹീറ്റ് സപ്ലൈഡ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? എൻ സി പി ഡെൽറ്റ ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇൻ ടേംസ് ഓഫ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷറിന്റെ ടേമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? എൻ സി പി ഡെൽറ്റ ടി എന്ന് എഴുതാം. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെ പറ്റി പറയാനുള്ളത്? ഐസോബാറിക് പ്രോസസ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് ഐസോകോറിക് പ്രോസസ്. എന്താണ് ഐസോകോറിക് പ്രോസസ് എന്ന് പറയുന്നത്? ഐസോകോറിക് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക, കോറിക് റിലേറ്റഡ് ടു വോളിയം അല്ലേ. തെർമോഡൈനാമിക് പ്രോസസ് വിച്ച് ടേക്ക് പ്ലേസ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഇവിടെ വോളിയം എന്താണെന്ന് മനസ്സിലാക്കുക, കോൺസ്റ്റന്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ വോളിയം മാറേയില്ല. ത്രൂ ഔട്ട് ദ പ്രോസസ് വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ആരൊക്കെ മാറും? പ്രഷർ മാറും, ടെമ്പറേച്ചർ മാറും. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുക? പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. കാരണം വോളിയം കോൺസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? P by T is equal to a constant. അല്ലെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് എഴുതും? P1 by T1 is equal to P2 by T2. P by T is a constant, അല്ലെങ്കിൽ നമ്മൾ എന്ത് എഴുതും? P1 by T1 is equal to P2 by T2. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇതിന്റെ എന്ത് പറയുന്നത്? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എന്താ പറയാ, പി വി ഡയഗ്രാം വരയ്ക്കുന്ന ഒരു കഥയേ അല്ല. കാരണം എന്താ, ഇതിന്റെ പ്രഷർ വോളിയം ഡയഗ്രാം വരയ്ക്കുന്നതിൽ ലോജിക് ഒന്നുമില്ല. പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രാം വരച്ച എങ്ങനെയാ വരാം? പ്രഷർ ടെമ്പറേച്ചർ ഡയഗ്രാം വരച്ച എന്താ, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ക്ലിയർ അല്ലേ? ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? സോറി ഐ മേഡ് എ മിസ്റ്റേക്ക്. പി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി. ഇനി പി വി ഡയഗ്രാം വരച്ച എങ്ങനെയാ വരാം? പി വി ഡയഗ്രാം വരച്ച എങ്ങനെയാ വരാം? ഇതിന്റെ പി വി ഡയഗ്രാം വരച്ചാൽ എങ്ങനെയാണ് വരാം? ഇതിന്റെ പി വി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ ആരും മാറുന്നില്ല, വോളിയം മാറുന്നില്ല. വോളിയം ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ എന്താണ്? പ്രഷർ ആക്സിസിന് പാരലൽ ആയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഈ വരച്ചിരിക്കുന്നത് പി ടി ഡയഗ്രാം ആണ് കേട്ടാ. ഈ വരച്ചിരിക്കുന്നത് പി വി ഡയഗ്രാം. ക്ലിയർ അല്ലേ? യെസ്. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്? ഇവിടത്തെ വർക്ക് ഡൺ. പ്രത്യേകിച്ച് ഞാനൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ മക്കളെ, നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവുമല്ലോ. നോ വോളിയം ചേഞ്ച്, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. ഇനി ഫസ്റ്റ് ലോ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക? അതിന്റെ ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാം. ഫസ്റ്റ് ലോന്റെ ഇക്വേഷൻ എന്താ? ഡെൽറ്റ ക്യൂ is equal to ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു. ഈ സാധനം 0 അല്ലേ? അപ്പൊ നിങ്ങൾ കൊടുക്ക ഹീറ്റ് മുഴുവൻ എന്തിനു വേണ്ടി പോവും? ഇന്റേണൽ എനർജി കൂട്ടാൻ പോകും. അപ്പൊ ഡെൽറ്റ യു is equal to നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? ഡെൽറ്റ പി. ഡെൽറ്റ യു is equal to ഡെൽറ്റ ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ശരിയല്ല? ഇങ്ങനെ എഴുതി കൂടെ? ഇനി കോൺസ്റ്റന്റ് വോളിയത്തിൽ നിങ്ങൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിനെ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? എൻ സി വി ഡെൽറ്റ ടി എന്ന് എഴുതി കൂടെ. കോൺസ്റ്റന്റ് വോളിയത്തിൽ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ഡെൽറ്റ ക്യൂ, അതിനെ നിങ്ങൾക്ക് എന്തെന്ന് എഴുതാം? എൻ സി വി ഡെൽറ്റ ടി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ക്ലിയർ? അപ്പോ കോൺസ്റ്റന്റ് പ്രഷറിൽ സപ്ലൈ ചെയ്ത ഹീറ്റ് ആണ് എന്ന് പറയുന്നത് എൻ സി പി ഡെൽറ്റ ടി. കോൺസ്റ്റന്റ് വോളിയത്തിൽ സപ്ലൈ ചെയ്ത ഹീറ്റ് എന്താണ്? എൻ സി വി. മറ്റേത് എൻ സി പി ഡെൽറ്റ ടി. ദിസ് ഇസ് എൻ സി വി ഡെൽറ്റ ടി. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ യു. ക്ലിയർ? അപ്പൊ ഡെൽറ്റ യുന്റെയും ഡെൽറ്റ ക്യൂന്റെയും രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചില്ലേ? ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ എൻ സി പി ഡെൽറ്റ ടി ആണ്, ഇത് എൻ സി വി ഡെൽറ്റ ടി ആണ്. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിനെ പറ്റി പറയാനുള്ളത്, ഐസോകോറിക് പ്രോസസ്സിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്താലോ? എന്താ പറയണേ? The initial pressure and volume of an ideal gas are P0 and V0. The final pressure of the gas when gas is suddenly compressed to volume V0 by 4 will be. അപ്പോൾ ശ്രദ്ധിക്കുക, ഏത് ഇക്വേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? പ്രഷറും വോളിയം തമ്മിലുള്ള ബന്ധമാണ് തന്നിരിക്കുന്നത്. ഇനീഷ്യൽ വോളിയം V0 ആയിരുന്നു, അത് നമ്മൾ എങ്ങനെ കംപ്രസ് ചെയ്യാണ്? V0 by 4ലേക്ക് കംപ്രസ് ചെയ്യാണ്. വാട്ട് ഈസ് എ ഫൈനൽ പ്രഷർ എന്നാണ് ചോദ്യം. ക്ലിയർ? അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ കൊടുക്കുക? P1 V1 raised to gamma is equal to P2 V2 raised to gamma. ഇക്വേഷൻ എടുത്താൽ P1 സ്ഥാനത്ത് എന്താ? ഇനീഷ്യൽ പ്രഷർ P0 into ഇനീഷ്യൽ വോളിയം V0 all raised to gamma is equal to P2 എന്താ? ഫൈനൽ പ്രഷർ. അതാണ് ഞാൻ കണ്ടുപിടിക്കേണ്ടത്, എനിക്കറിയില്ല P2.
ഫൈനൽ വോളിയം അതെനിക്കറിയാം എത്രയാണ് V0/4 ഓൾ റേസ് ടു ഗാമ. അപ്പൊ ഞാൻ P2നെ മാത്രം അവിടെ നിർത്തി, അതല്ല എനിക്ക് കിട്ടേണ്ടത്. അപ്പൊ P0 ഇൻറ്റു എന്ത് കിട്ടും V0/4 ഓൾ റേസ് ടു ഗാമ. ഇത് രണ്ട് കട്ടായി പോയി. ആ 4 ന്യൂമറേറ്ററിലേക്ക് വരില്ലേ മക്കളെ, ശ്രദ്ധിച്ചേ. അപ്പൊ P0 ഇൻറ്റു ആ 4 ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ എന്ത് വരും 4 റേസ് ടു ഗാമ. ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഇതാണ് ആൻസർ. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, മനസ്സിലാക്കാട്ടാ. യെസ്, അടുത്ത ഐഡിയയിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ഐഡിയ എന്താ? നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കാട്ടാ. ഈ ക്വസ്റ്റ്യൻ ഒരല്പം ശ്രദ്ധിക്കാനുണ്ട്, എന്നാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കാരണം ഇതിന് ഓപ്ഷൻസ് ഒന്നും ഇല്ലാതെ ഒരു എന്താ പറയുക, ഒരു ഇൻഡിജർ ടൈപ്പ് ചോദ്യമാണ്. പക്ഷെ ഇത് എങ്ങനെയാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ സോൾവ് ചെയ്യാന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചോദ്യം ഇട്ടതാണ്. എന്താ പറയണേ, സ്റ്റാർട്ടിങ് അറ്റ് ടെമ്പറേച്ചർ 300 കെൽവിൻ, 300 കെൽവിന് ടെമ്പറേച്ചർ സ്റ്റാർട്ട് ചെയ്തു. 1 mole ഓഫ് ഐഡിയൽ ഗ്യാസ്, അതിന്റെ ഗാമ തന്നിട്ടുണ്ട് 1.4, ഈസ് ഫസ്റ്റ് കംപ്രസ്ഡ് അഡയബാറ്റിക്കലി കംപ്രസ് ചെയ്തിരിക്കുന്നു ഫ്രം വോളിയം V1 ടു V2. V2ന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട് V1/16. ഇറ്റ് ഈസ് ദെൻ അലൗഡ് ടു എക്സ്പാൻഡ് ഐസോബാറിക്കലി ടു വോളിയം 2V2. പിന്നെ എന്ത് ചെയ്തു, V2ൽ നിന്ന് 2V2 വോളിയം ആവുന്നത്. ആ പ്രോസസ് എന്താണ്, ഐസോബാറിക് ആണ്. അപ്പോൾ ഫസ്റ്റ് ഈസ് ആൻ അഡയബാറ്റിക് പ്രോസസ്, സെക്കൻഡ് ഈസ് ആൻ ഐസോബാറിക് പ്രോസസ്. If all processes are quasi-static, then final temperature of the gas, എല്ലാ പ്രോസസ്സുകളും ക്വാസി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ പോകുന്ന, നിയർലി സ്റ്റാറ്റിക് എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തിന്റെ ഫൈനൽ ടെമ്പറേച്ചർ. അപ്പൊ ആദ്യം ഉള്ള പ്രോസസ് എന്താ, ശ്രദ്ധിക്കൂ കേട്ടോ. ആദ്യമുള്ള പ്രോസസ് എന്താ? ആദ്യമുള്ള പ്രോസസ് എന്ന് പറയുന്നത് ഒരു അഡയബാറ്റിക് പ്രോസസ് ആണ്. ആദ്യമുള്ള പ്രോസസ് എന്താണ്? അഡയബാറ്റിക് പ്രോസസ് ആണ്. അപ്പോ അതിന് ഏത് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം? ഇവിടെയും പ്രഷറിനും വോളിയത്തിനും തമ്മിലുള്ള ബന്ധം തന്നെയല്ലേ പറയണേ? യെസ്, അല്ല, പ്രഷറും വോളിയം തമ്മിലുള്ള ബന്ധം കിട്ടിയിട്ട് കാര്യമില്ല, ടെമ്പറേച്ചറിന്റെ ബന്ധമാണ് ആവശ്യം. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കും? T1 V1 raised to gamma minus 1 is equal to T2 V2 raised to gamma minus 1. ക്ലിയർ? അപ്പൊ നമുക്ക് ഫൈനൽ ആഫ്റ്റർ അഡയബാറ്റിക് പ്രോസസ് വാട്ട് ഹാപ്പൻ, ടു ദ ടെമ്പറേച്ചർ നമുക്ക് നോക്കാം. അഡയബാറ്റിക് ഫൈനൽ ടെമ്പറേച്ചർ ആണെങ്കിൽ ആദ്യം ഇതിനെന്താ സംഭവിക്കുന്നത് അറിയാം. അപ്പൊ അഡയബാറ്റിക് പ്രോസസ് കഴിയുമ്പോൾ ഉള്ള ടെമ്പറേച്ചർ എങ്ങനെ കണ്ടുപിടിക്കുക? ഇറ്റ് ഈസ് T1 ഇൻറ്റു V1/V2 ഓൾ റേസ് ടു ഗാമ മൈനസ് 1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T2 ഈക്വൽ ടു ഇനീഷ്യൽ ടെമ്പറേച്ചറിനെ ഞാൻ എന്തെന്ന് എഴുതി, T1 എന്ന് എഴുതി, ഇൻറ്റു യെസ് അത് തന്നിട്ടുണ്ട് കേട്ടോ, 300 കെൽവിനാണ് അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, 300 കെൽവിൻ എടുക്കട്ടെ. ഓക്കെ, V1 എത്രയാ? V1 തന്നെ നിങ്ങൾ എടുത്തു. V2 എത്രയാ? V2 തന്നിട്ടുണ്ട് V1/16 ഓൾ റേസ് ടു ഗാമേന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.4 മൈനസ് 1. ഇവിടെ എത്ര വരും? 300 ഇൻറ്റു ഈ V1 കട്ടാവും, 16 മേലേക്ക് പോകും. അപ്പൊ 16 റേസ് ടു 0.4. ഇത് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? ഞാനൊരു സിമ്പിൾ ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെയായിരുന്നു വിചാരിക്കാം. ഓക്കെ, 16 റേസ് ടു 0.5 ആയിരുന്നെങ്കിൽ ഇതിന് എങ്ങനെ എഴുതാം? 16 റേസ് ടു 1/2 എന്ന് എഴുതിക്കൂടെ? 16നെ നമുക്ക് എന്ന് എഴുതാം? 4 സ്ക്വയർ ഓൾ റേസ് ടു 1/2. കട്ടായി, ആൻസർ 4. പക്ഷേ 16 റേസ് ടു 0.4 എന്ന് വന്നാൽ ഇപ്പോൾ 4 വരില്ല എന്നറിയാം. 4ന്റെ താഴെയുള്ള വാല്യൂ ആണ് വരെ, ഏകദേശം വാല്യൂ വരെ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിന്റെ വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുക. T2 ഈക്വൽ ടു 300 ഇൻറ്റു 16 റേസ് ടു 0.5 ആയിരുന്നെങ്കിൽ ആൻസർ 4 ആണ് കിട്ടേണ്ടത്. പക്ഷേ 16 റേസ് ടു 0.4 ആയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, അപ്പൊ T2 നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കിട്ടും 900 കെൽവിൻ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനിയുള്ള പ്രോസസ് എന്താ? ഇനിയുള്ള പ്രോസസ്സ് ഒരു ഐസോബാറിക് പ്രോസസ് ആണ്. ഇനിയുള്ള പ്രോസസ് എന്താണ്? ഐസോബാറിക് പ്രോസസ്. അവിടെ എന്താ ഉണ്ടായേ? വോളിയം എന്ത് ചെയ്തു? ഡബിൾ ചെയ്തു എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. V become 2V. ഐസോബാറിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രഷർ കോൺസ്റ്റന്റ് ആണ്, വോളിയം ഡബിൾ ചെയ്തു എന്നാ പറഞ്ഞത്. നോക്കിയേ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. V എന്ന് എഴുതി കൺഫ്യൂഷൻ ഉണ്ടാക്കാം. V2 2V2 ആയി എന്നാ പറയണേ. വോളിയം ഡബിൾ ആയി എന്താ ഉണ്ടാവുക? ടെമ്പറേച്ചറും എന്തായിട്ട് മാറും? ഡബിൾ ആവും. ഓക്കെ, സോ വാട്ട് ഈസ് എ ഫൈനൽ ടെമ്പറേച്ചർ?
ഫൈനൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇപ്പിള്ള ടെമ്പറേച്ചറിന്റെ ഡബിൾ. അപ്പൊ 2 into 900 ദാറ്റ് ഈസ് 1800 കെൽവിൻ. ഓക്കെ, യെസ്, ക്ലിയർ. ഒരു നീറ്റ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിന്റെ കൃത്യം വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു എന്ത് ചെയ്തത്, ഒരു എളുപ്പത്തിൽ റീസൺ ചെയ്യാനുള്ള ഒരു വഴി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, യെസ്, റൈറ്റ്. അടുത്തേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയണേ? എ മോണോ ആറ്റോമിക് ഗ്യാസ് ഹാവിംഗ് ഗാമേന്റെ വാല്യൂ തന്നിട്ടുണ്ട് 5/3 is stored in a thermally insulated container and the gas is suddenly compressed to 1/8 of its initial volume. The ratio of final pressure and initial pressure. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയും ഏത് ഇക്വേഷൻ ആണ് ചെയ്യുന്നത്? പ്രഷർ വോളിയം റിലേഷൻ ആണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? P1 raised to gamma is equal to P2 V2 raised to gamma. ഇക്വേഷൻ തന്നെയല്ലേ എടുക്കണ്ടേ? കാരണം എന്താ പറയണേ? വോളിയം ഇത്രയായി, റേഷ്യോ ഓഫ് പ്രഷർ. അപ്പൊ പി വി റിലേഷൻ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ റേഷ്യോ ഓഫ് ഫൈനൽ പ്രഷർ ടു ഇനീഷ്യൽ പ്രഷർ അല്ല, അപ്പൊ P2/P1 ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് V1/V2 all raised to gamma. വാട്ട് ഈസ് V1 ഹിയർ? V1ന്റെ വാല്യൂനെ നിങ്ങൾ V എന്ന് എടുക്കുക. ഫൈനൽ വോളിയത്തിന് എന്താ സംഭവിക്കുന്നത്? ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പടം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫൈനൽ വോളിയം എന്ന് പറയുന്നത് V2 എന്ന് പറയുന്നത് ഇനീഷ്യൽ വോളിയത്തിന്റെ 1/8 ആണ്. അപ്പൊ ദിസ് ഇസ് V/8 all raised to 5/3 which is equal to, നിങ്ങൾക്ക് അറിയാലോ നേരത്തെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തതാണ്. വിയും വിയും കട്ടാവും. ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 8 ന്യൂമറേറ്ററിലേക്ക് പോകും. 8 raised to 5/3. 8നെ നമുക്ക് എന്തെന്ന് എഴുതാം? 2 ക്യൂബ് എന്ന് എഴുതിക്കൂടെ? അപ്പൊ 2 ക്യൂബ് raised to 5/3. ഈ 3യും 3യും കട്ടായി. ആൻസർ എന്താ? 2 raised to 5 ദാറ്റ് ഈസ് 32. ഇതാണ് P2/P1ന്റെ വാല്യൂ. സച്ച് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഐഡിയാസ് മാത്രം എന്ത് ചെയ്താൽ മതി? മനസ്സിലാക്കാൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഭാഗത്തെ. എന്താ പറയണേ? ശ്രദ്ധിക്കാട്ടാ, ഇത് നീറ്റിന് ചോദിച്ച ചോദ്യമാണ്. an adiabatic gas ഗാമ തന്നിട്ടുണ്ട് 1.4 does 400 joule of work when it is expanded isobarically. അപ്പൊ ആദ്യം എന്താണ്? ഐസോബാറിക് പ്രോസസ് ആണ്. ഈ എന്താ പറയണ? ചെയ്ത വർക്കാണ് തന്നിരിക്കുന്നത്. അപ്പൊ പ്രോസസ് ആദ്യം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതൊരു ഐസോബാറിക് പ്രോസസ് ആണ്. ഐസോബാറിക് പ്രോസസ്സിലെ വർക്ക് ഡണ്ണിന് ഒരു ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചെന്നുണ്ടായിരുന്നല്ലോ. എന്താണ്? NR∆T. ഇതിന്റെ വാല്യൂ ആണ് 400 ജൂൾ എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ഇനി എന്താ പറയണേ? ഹീറ്റ് ഗിവൺ ടു ദ ഗ്യാസ്. ഈ സിസ്റ്റത്തിലേക്ക് എത്ര ഹീറ്റ് കൊടുത്തു? വർക്ക് മാത്രമേ തന്നുള്ളൂ. ഇന്റേണൽ എനർജിനെ പറ്റി ഒരു അക്ഷരം വേണ്ടിയില്ല. അപ്പൊ ഹീറ്റ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ഐഡിയ നമ്മൾ ചെയ്യേണ്ടത്? ഹീറ്റ് ഗിവൺ. എന്ത് ഐഡിയ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്? ഹീറ്റ് ഗിവൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക ΔQ. ഹീറ്റ് ഗിവൺ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക ΔQ. ΔQ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ അല്ലേ? ഓക്കെ, ഇപ്പൊ കോൺസ്റ്റന്റ് പ്രഷറിൽ ഹീറ്റ് കൊടുത്തതിനെ നമ്മൾ എന്തെന്ന് പഠിപ്പിച്ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. കോൺസ്റ്റന്റ് പ്രഷറിൽ സപ്ലൈ ചെയ്ത ഹീറ്റ് എന്ന് പറഞ്ഞാൽ NCP∆T ആണ്. പക്ഷെ ഇവിടെ CPന്റെ വാല്യൂ തന്നിട്ടില്ല. ഓക്കെ, ആകെ കൂടെ തന്നിരിക്കുന്നത് ഡയാറ്റോമിക് ഗ്യാസ് ഗാമ 1.4 എന്നാണ്. അപ്പൊ CPക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് ഇൻ ടേംസ് ഓഫ് ഗാമ. അതെന്താണ്? ഗാമ ആർ ഡിവൈഡഡ് ബൈ ഗാമ -1. ദിസ് ഇസ് ദി ഇക്വേഷൻ. ഓക്കെ, CPന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഗാമ. അപ്പൊ ആ ഇക്വേഷൻ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നാൽ മതി. N into gamma R divided by gamma -1 into ΔT. ഇതിൽ നിങ്ങൾ ഗാമേനെയും ഗാമ -1നെയും എന്ത് ചെയ്യുക? സെപ്പറേറ്റ് ചെയ്യുക. ബാക്കി എന്താ ഉള്ളത്? NR∆T. ഇപ്പൊ ആൻസർ എന്താ കേട്ടാ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഗാമ? ഗാമേന്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.4. വാട്ട് ഈസ് ഗാമ -1? 0.4. വാട്ട് ഈസ് NR∆T? വാട്ട് ഈസ് NR∆T? NR∆T ആണ് കണ്ടുപിടിച്ച് വെച്ചാൽ 400 ക്വസ്റ്റ്യനിൽ ഇനീഷ്യലി തന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിനെ വേണമെങ്കിൽ നിങ്ങൾ ഒന്ന് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാക്കിയാൽ മതി. ΔQP അല്ലേ നമുക്ക് ആവശ്യം. ഇങ്ങനെ ചെയ്താൽ മതി. നോക്കിയേ, 1.4നെ 1/4/4
ഇൻറ്റു 400 അങ്ങനെ എഴുതി കൂടെ? 100 1400 അത്രയും ജൂൾ കഴിഞ്ഞു. യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട കുറേ തെർമോഡൈനാമിക് പ്രോസസ്സുകളും അതിൽ എങ്ങനെയാണ് ഓരോ ഇക്വേഷൻസ് പഠിച്ചു വെക്കേണ്ടത്, പ്രോബ്ലം റിലേറ്റ് ചെയ്യുന്നത്, ഇത്ര ആശയങ്ങളാണ് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തെടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഈ വരുന്ന റീനീറ്റ് എക്സാം നിങ്ങൾ സൂപ്പർ ആയിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു ക്ലാസ്സിലായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.